ഇന്ന് രാത്രി നമ്മൾ പ്രധാനമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത് ആദ്യ വചനം വിട്ട് നാം പക്വതയിലേക്ക് കടന്നു പോകണം, നാം മുൻപോട്ട് വളരണമെന്നോ ദൈവത്തിൻ്റെ ദാസൻ എബ്രായ ലേഖനത്തിൽ കൂടെ വെളിപ്പെടുത്തുവാനായിട്ടിടയായിത്തീർന്നു. പ്രധാനമായിട്ടുള്ള 6 സ്റ്റെപ്പുകൾ, അത് ബേസിക് ഫൗണ്ടേഷനാണ്, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഏതൊക്കെയാണത് പെട്ടെന്ന് പറഞ്ഞാട്ട് ബൈബിൾ അടച്ചു വെച്ച്. ഒന്ന്, നമ്മൾ പഠിച്ചത് ദൈവത്തിലെ വിശ്വാസം, നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, പിന്നീട് സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവധി എന്നിങ്ങനെയുള്ള 6 കാര്യങ്ങൾ. അതാണ് അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയങ്ങൾ. ഇതിൽ നിൽക്കരുത്, മുൻപോട്ട് കടന്നു പോകണം. ഇന്ന് രാത്രി നമ്മുടെ പ്രധാനപ്പെട്ട ചിന്തയ്ക്ക് വേണ്ടി 4-ാമത്തെ വാക്യം മുതൽ 6-ാമത്തെ വാക്യം വരെ വളരെ പ്രാർത്ഥനയോടുകൂടെ ഇന്ന് രാത്രിയിലത്തെ ക്ലാസ്സിലായിരിക്കണം. വളരെ ജീവിതത്തെ ചിന്തിപ്പിക്കേണ്ട ഒരു ഭാഗമാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ഹെബ്രൂസ് ചാപ്റ്റർ 6 വേഴ്സ് 4-6. വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. വളരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു വിഷയം. വേദപണ്ഡിതന്മാരിൽ പലർക്കും വലിയ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയത്തിലാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ ഹെഡിങ് നോട്ട് ചെയ്താട്ട് വാർണിംഗ് എഗൻസ്റ്റ് അപ്പോസ്റ്റസി. വാർണിംഗ് എഗൻസ്റ്റ് അപ്പോസ്റ്റസി, പിന്മാറിപ്പോയാലുള്ള പിന്മാറ്റത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്. പിന്മാറ്റത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്. നിങ്ങൾ പ്രധാനമായിട്ട് അതിൻ്റെ 6-ാമത്തെ വാക്യം അവസാന ഭാഗം ഇപ്രകാരം പറയുന്നു, ശ്രദ്ധിക്കണം ആ വേർഡ്. അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ഇതാണ് ഒരു വലിയ ഡേഞ്ചർ, അപകടം, ഭയാനകമായിരിക്കുന്ന ഒരു അപകടം. ആരെക്കുറിച്ച് ഇവിടെ പറയുന്നു? ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിൽ നമ്മൾ കാണുമ്പോൾ അവരുടെ യോഗ്യതയെ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ അതിലേക്ക് കടന്നു വരുന്നതായിരിക്കും. എന്നാൽ ഇപ്രകാരം ദൈവത്തെ കണ്ടുമുട്ടിയവർ പിന്നീട് പറയുകയാണ്, പിന്മാറിപ്പോയാൽ അവരെ വീണ്ടും മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധ്യമല്ല. ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ കാണുന്നത് രക്ഷയുടെ പ്രാധാന്യത എന്നുള്ളതാണ് വിഷയം. ഇന്ന് ലോകത്തിൽ 2 വിധ ചിന്തകളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, രക്ഷ നഷ്ടപ്പെടുത്തില്ല എന്ന ഒരു ചിന്ത. 2, രക്ഷ നഷ്ടപ്പെടുവാൻ സാധിക്കും. 2നും വേദപുസ്തകത്തിൽ തെളിവുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രധാനമായിട്ട് 2 വ്യക്തമായിരിക്കുന്ന വ്യക്തിപരമായ ഗ്രൂപ്പുകളാണ് ഇപ്രകാരമുള്ള ചിന്ത കൊണ്ടുപോകുന്നത്. അതിൽ ഒന്ന്, രക്ഷ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടുവെങ്കിൽ ആ രക്ഷ നഷ്ടപ്പെടത്തില്ല. അവർ അത് പറയുവാനുള്ള പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ ദാനമായതുകൊണ്ട് അത് ദൈവം ഒരിക്കലും നമ്മൾ എടുത്ത് മാറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ രക്ഷയിൽ കണ്ടിന്യൂ ചെയ്യും. എന്നാൽ ഈ ലോകത്തിൽ നമ്മൾ പാപം ചെയ്യുമ്പോൾ രക്ഷ നഷ്ടപ്പെടത്തില്ല എങ്കിലും നമുക്ക് ശിക്ഷ ഈ ലോകത്തിലുണ്ടായിരിക്കും. ഇതിന് ആധികാരികമായിട്ട് അവരെടുക്കുന്ന ഭാഗമാണ് 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 5-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട്. 4-5 വാക്യം. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 4-5 വാക്യം. ശ്രദ്ധിക്കണം, ആ വേർഡ് ആത്മാവ്. ആ വാക്യം ഒരിക്കലും കൂടെ വായിച്ചാട്ട് മതി. ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന്, ഇവിടെ പറയുന്നു ആത്മാവ് രക്ഷിക്കപ്പെടേണ്ടതിന് എന്ത് ചെയ്യണം? ജഡസംഹാരത്തിനായി സാത്താന് ഏൽപ്പിക്കണം. നിങ്ങൾക്കറിയാം, ഇതിൻ്റെ വിഷയം നിങ്ങൾക്കറിയാം. ഈ കൊരിന്ത്യ സഭയിൽ ജാതികൾ പോലും ഇല്ലാത്ത ഒരു നടപ്പ്. അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ട് ഒരു മകൻ പോയി. ഇപ്രകാരം ഒരു പാപം ആ സഭയിൽ കടന്നു വന്നിട്ടും ആ സഭയിൽ ഉണ്ടായിരുന്ന ആർക്കും അതിനെക്കുറിച്ച് യാതൊരു ഗൗരവമാർഗ ചിന്തയുമില്ലായിരുന്നു. അവർ വളരെ ഈസി ആയിട്ട് ആ കാര്യം അത് എടുക്കുവാനിടയായിത്തീർന്നു. ഇത്രമാത്രം വലിയ പാപം ആ സഭയ്ക്കകത്ത് നടക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ആ സഭയിലെ പാപത്തെക്കുറിച്ച് കേട്ടിട്ട് ആ ഒരു വിധി താൻ നിർണയിക്കുന്നതാണ് നമ്മുടെ ഇതിൻ്റെ പശ്ചാത്തലം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ
ആ വ്യക്തി രക്ഷിക്കപ്പെടണം, രക്ഷപ്പെട്ട് നിൽക്കണം. എന്നാൽ എന്ത് സംഭവിക്കണം? അതുകൊണ്ട് ഇപ്പോൾ അവനെ സാത്താൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. എന്തിന്? ജഡസംഹാരത്തിനായി. എന്ന് പറഞ്ഞാൽ താൻ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്നത് കൊണ്ട്, അതൊരു വലിയ പാപമായതുകൊണ്ട്, ഈ പാപത്തിന് വേണ്ടി അവൻ എന്തു വേണം? അവൻ്റെ ജഡത്തിന് ഒരു സംഹാരം ഉണ്ടാകണം. ഒന്നുകിൽ രോഗമോ അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടോ ഏതെങ്കിലും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ ഉണ്ടാകുന്നത് മുഖാന്തരമായിട്ട് എന്ത് സംഭവിക്കണം? ആത്മാവ് രക്ഷിക്കപ്പെടണം. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവർ ഒരിക്കലും രക്ഷ നഷ്ടപ്പെടുത്തില്ല എന്ന് ഒരു ധ്വനി നമുക്ക് അതിനകത്തുനിന്ന് എടുക്കുവാൻ സാധിക്കും. എന്നാൽ അത് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ശരിയായിരിക്കുന്നൊരു ചിന്തയെ അല്ല. ദൈവത്തിൻ്റെ വിശുദ്ധവചനം നമ്മൾ പഠിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ രക്ഷ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് അനേക തെളിവുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമത്തെ തെളിവ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 5. റെവലേഷൻ 2:5. നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്നോ നീക്കുകയും ചെയ്യും. എഫെസോസ് സഭയെക്കുറിച്ച് കർത്താവായ യേശു ദൂത് കൊടുക്കുമ്പോൾ സഭയോട് ഇപ്രകാരം പറയുന്നു, നീ ഏതിലാണ് വീണിരിക്കുന്നത് എന്നോർത്ത് നീ ആദ്യത്തെ പ്രവൃത്തി, നീ മാനസാന്തരപ്പെടുക. എന്ന് പറഞ്ഞാൽ ഒരു മാനസാന്തരം എഫെസോസിലെ സഭയ്ക്കില്ല എങ്കിൽ അവർ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കത്തില്ല എന്ന് അവിടെ വളരെ വ്യക്തമാണ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അനേകർ രക്ഷിക്കപ്പെട്ട് കർത്താവിന് വേല ചെയ്തവർ തള്ളപ്പെട്ടു പോയതായിട്ട് വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് ഗലാത്യയിലേക്ക് തിരിഞ്ഞു, അവർ ഒരു പ്രത്യേകമായ സ്ഥലത്തേക്ക് മാറിപ്പോയതായിട്ട് കാണുന്നു. എന്താ അവിടെ സംഭവിക്കുന്നത്? ലോകത്തെ സ്നേഹിച്ചു. ആര്? ദൈവ പൈതലായിരുന്നവൻ, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുവാനായിട്ട് സാധിക്കും. വേദപുസ്തകത്തിൽ അനേക തെളിവുകൾ നമ്മൾ കാണുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന യൂദ അതിന് ഒരു ഉദാഹരണമാണ്. എന്നാൽ ഇപ്രകാരം ഉള്ള 2 തിയറി കിടക്കുമ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ചിന്തിക്കുവാൻ പോകുന്നത് ഈ പ്രത്യേകമായിരിക്കുന്ന വാക്യം ഒരു കാര്യം പറയുന്നു. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് ദൈവിക ദാനം പ്രാപിക്കുകയും പരിശുദ്ധാത്മാവിനെ ആസ്വദിക്കുകയും ദൈവവചനത്തിൻ്റെ ശക്തിയും ഈ പിന്നീട് വരുവാൻ പോകുന്ന ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ, എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുവാൻ സാധിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നുണ്ട്. പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുവാൻ സാധിക്കുമെങ്കിൽ കടന്നു പോകുവാൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, എഫെസോസിലെ സഭയ്ക്ക് ദൈവം ദൂത് കൊടുക്കുമ്പോൾ ഇപ്രകാരം എഴുതി, നീ ഏതിൽ നിന്ന് നീ വീണിരിക്കുന്നു എന്നോർത്ത് നീ മാനസാന്തരപ്പെട്ട് നീ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. കർത്താവായ യേശു എഫെസോസിലെ സഭയോട് പറഞ്ഞില്ല നിനക്ക് മാനസാന്തരപ്പെടുവാൻ സാധ്യമല്ലെന്ന് പറഞ്ഞില്ല. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ്, നിങ്ങൾക്ക് മാനസാന്തരപ്പെടുവാൻ സാധ്യമല്ലെന്നുള്ളത് കർത്താവായ യേശു ആ സഭയോട് പറഞ്ഞില്ല. എന്നാൽ എബ്രായ ലേഖനകർത്താവ് ഇപ്രകാരം എബ്രായ വിശ്വാസത്തോട് പറയുകയാണ്, അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്മാറ്റത്തിൻ്റെ ആദ്യത്തെ അനുഭവങ്ങൾ ഒരു പക്ഷെങ്കിൽ പിന്മാറ്റത്തിന് മടങ്ങി വരുവാനായിട്ട് ചാൻസസ് ഉണ്ടെങ്കിലും ഒരല്പകാലം നമ്മളത് നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുവെങ്കിൽ പിന്നീട് കടന്നു വരുന്ന വലിയ അനന്തരമായിരിക്കുന്ന ഒരു വിപത്ത് മുഖാന്തരമായിട്ട് നമുക്ക് മടങ്ങിപ്പോകുവാനായിട്ട് സാധ്യതയില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ 4-ാം വാക്യം അവിടെ പറയപ്പെടുന്ന വാക്യം വളരെ ശ്രദ്ധേയമാണ്. അവിടെ പറയപ്പെടുന്നു, ഇത്ര വലിയ രക്ഷയെ നാം അഗണ്യമാക്കിയാൽ നാശത്തിൽ നിന്ന് എങ്ങനെ തൊറ്റി ഒഴിയുവാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ ഒരു വലിയ രക്ഷയാണ് ഞാൻ പ്രാപിച്ചിരിക്കുന്നത്. ആ രക്ഷയെക്കുറിച്ചുള്ള ഒരു വലിയ ബോധം എൻ്റെയും നമ്മുടെയും ഉള്ളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇവിടെ പറയപ്പെടുന്ന ഈ പ്രത്യേകമായ കൂട്ടർക്ക് എന്താണ് അവരുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ട്? അവർക്ക് പിന്നെയും മാനസാന്തരപ്പെടുവാൻ സാധ്യതയില്ല. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചോണം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, എത്ര നമ്മുടെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും അതെന്തായിത്തീരും? അത് ഹിമം പോലെ വെളുക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, എത്രമാത്രം പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിൽ കടന്നുപോയൊരു വ്യക്തി അവൻ മാനസാന്തരപ്പെട്ടാലും അവർക്ക് കർത്താവായ യേശു എന്ത് ചെയ്തു കൊടുക്കണം?
ക്ഷമിച്ചു കൊടുക്കണം. അങ്ങനെയെങ്കിൽ ദൈവം യേശുക്രിസ്തുവിന് ക്ഷമിക്കുവാൻ പറ്റാത്ത ഒറ്റ പാപവുമില്ല. എന്നാൽ ഇവിടെ ഈ ദൈവത്തിൻ്റെ ദാസനിപ്രകാരം പറയുന്നു, അവർക്ക് പിന്നെയും മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യതയില്ല. അവർക്ക് മാനസാന്തരപ്പെടുവാൻ സാധ്യതയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യേശുവിൻ്റെ രക്തത്തിൻ്റെ കഴിവ് കുറവുകൊണ്ടല്ല ഇവർക്ക് മാനസാന്തരപ്പെടാൻ പറ്റാത്തത്. പിന്നെയോ ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ചിലത് സംഭവിക്കുന്നു. ഇതാണ് പിന്മാറ്റ ജീവിതത്തിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ളത്. പിന്മാറ്റ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു വിഷയം അതാണ്. നിങ്ങൾ ഈ പശ്ചാത്തലം നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ ഇപ്പോൾ എബ്രായലേഖനം 5-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ കാണുകയുണ്ടായി, കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നിങ്ങൾ ഇപ്പോഴും ആരായിരിക്കുന്നു? കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് കുടിപ്പാൻ ആവശ്യം. അപ്പോൾ ഇവരെല്ലാവരും ആരെന്ന് അവിടെ കൽപ്പിക്കുക? ശിശുവാണെന്ന് കൽപ്പിക്കുക. എന്നിട്ട് 6-ാം അധ്യായം തുടങ്ങുമ്പോൾ ഇപ്രകാരം പറയുന്നു, ഇങ്ങനെയുള്ള ആദ്യ പാഠങ്ങൾ പിന്നെയും ഇടാതെ നിങ്ങൾ എന്ത് ചെയ്യണം? വളരണമെന്ന് പറയുന്നു. എന്നിട്ട് നെക്സ്റ്റ് വേർഡ് പറയുകയാണ്, ഇന്നിന്ന കാര്യങ്ങൾ അനുഭവിച്ചവർ അവർ വളരാതിരുന്നാൽ, പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നുപോയാൽ അവർക്ക് പിന്നീട് രക്ഷപ്പെടുവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ, ഞാനൊരു പ്രധാനപ്പെട്ട തത്വം ദൈവവചനത്തിലെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഒന്നുകിൽ അവൻ ആത്മീയമായിട്ട് വളർന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവൻ ആത്മീയമായിട്ട് തളർന്നുകൊണ്ടിരിക്കും. സ്റ്റാഗറിങ് നിൽക്കുന്ന ഒരവസ്ഥ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഒന്നുകിൽ ഞാൻ ആത്മീയമായിട്ട് വളർന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഞാൻ ആത്മീയമായിട്ട് തളർന്നുകൊണ്ടിരിക്കും. ആത്മീയമായിട്ട് വളരുന്നില്ല എങ്കിൽ അർത്ഥം ആത്മീയമായിട്ട് തളർന്നുകൊണ്ടേയിരിക്കുന്നെന്ന. എന്നാൽ ഇപ്പോൾ നമ്മൾ അതറിയത്തില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു പഴഞ്ചൊല്ലി പറയുന്നുണ്ട്, നീ ഏതെങ്കിലും ഒരു സാധനത്തെ തപ്പുന്നുവെങ്കിൽ, നീ നോക്കുന്നുവെങ്കിൽ ആ സാധനം എവിടെയാ വീണിരിക്കുന്നത് അത് നീ പറഞ്ഞു തരിക, അവിടെ തന്നെ ആ സാധനം കാണുവാൻ സാധിക്കും. വഴിയെ പോകുന്ന സമയത്ത് ഒരു കീ ഈ പോകുന്ന വഴിയിൽ വീണുവെങ്കിൽ ആ വീണത് എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാമെങ്കിൽ അവിടെ തന്നെ ആ കീ നമുക്ക് തിരിച്ചു കിട്ടുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ എവിടെയാണ് വീണത് അവിടെ തന്നെ അത് കിടപ്പുണ്ട്. ആത്മീയ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു വലിയ സത്യമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാൻ പോകുന്നത്. ആത്മീയ ജീവിതത്തിൻ്റെ പിന്മാറ്റത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്, എവിടെയാണ് എന്താണ് വീണു പോയത് അവിടെ തന്നെ മടങ്ങിച്ചല്ലാതെ വീണ്ടും തിരിച്ചു വരുവാൻ സാധ്യമല്ല. ഒന്നുകിൽ ഒരു പക്ഷെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമായിരിക്കുന്ന കാര്യമായിരിക്കാം നമ്മുടെ പേഴ്സണൽ പ്രയർ നഷ്ടപ്പെട്ടത്. ഒന്നുകിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളരെ വളർച്ചയ്ക്ക് തടസ്സമായിരിക്കുന്നതായിരിക്കാം നമ്മുടെ ദൈവവചന ധ്യാനം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ എന്തുമായിക്കൊള്ളട്ടെ, ഒരു നിഴൽ കൂട്ടായ്മയുടെ ബന്ധമായിരിക്കാം, മറ്റ് വേരിയസ് പല കാരണങ്ങൾ കൊണ്ട് ആത്മീയമായിട്ട് നമുക്ക് വളർത്തപ്പെടുവാൻ സാധിക്കും. എന്നാൽ ആത്മീയമായ വളർച്ചയില്ലാതെ തളർച്ച അനുഭവിക്കുന്നുവെങ്കിൽ അവർ വളർത്തപ്പെടണമെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്തേ പറ്റത്തുള്ളൂ. എവിടെയാണ് എന്താണ് വിട്ടുകളഞ്ഞത് അതിലേക്ക് നാം മടങ്ങിച്ചെല്ലാതെ പറ്റത്തില്ല. അത് നാം എടുത്തെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. നിങ്ങൾക്കറിയാം, വെളിപ്പാട് പുസ്തകം നമ്മൾ വായിച്ച ഭാഗവിപ്രകാരമാണ്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നീ മറ്റു പലതും ചെയ്യുവാൻ ദൈവം കൽപ്പിച്ചിട്ടില്ല. മറ്റെന്തെങ്കിലുമൊക്കെയോ നീ ചെയ്തു പോകാനല്ല ദൈവം പറഞ്ഞത്. നീ ആദ്യം ചെയ്തൊരു പ്രവൃത്തിയുണ്ട്, ഇന്ന് നീ അത് വിട്ടുകളഞ്ഞുവെങ്കിൽ നീ മടങ്ങി വന്നിട്ട് ആദ്യത്തെ പ്രവൃത്തിയിലേക്ക് കടന്നു വരണം. നിങ്ങൾ മനസ്സിലാക്കണേ, സ്പിരിച്വലി ഇതൊരു വലിയ ട്രൂത്താണ്. നമ്മൾ എവിടെയാണ് നമ്മൾ നഷ്ടമായത്? നിങ്ങൾ ഉത്തമഗീതത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണത്. ഉത്തമഗീതം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. നിങ്ങൾ ശ്രദ്ധിക്കുക, രാത്രി സമയത്ത് എൻ്റെ കിടക്കയിൽ ഞാൻ എൻ്റെ പ്രിയതമനെ അന്വേഷിച്ചു. ആരാ അന്വേഷിക്കുന്നേ? വളരെയധികമായിട്ട് തൻ്റെ പ്രിയനെ സ്നേഹിക്കുന്ന പ്രിയയാണ് അന്വേഷിക്കുന്നത്. എപ്പോഴാണ് അന്വേഷിക്കുന്നത്? രാത്രി സമയത്ത്. എവിടെയാണ് അന്വേഷിക്കുന്നത്? കിടക്കയിൽ. ഞാൻ അവനെ അന്വേഷിച്ചപ്പോൾ ഞാൻ അവനെ കണ്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, രാത്രി സമയം എന്ന് പറയുന്നത് എന്തിനെ വെളിപ്പെടുത്തുന്നു? ജീവിതത്തിലെ ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ്. അപ്പോൾ അവിടെയാണ് പലപ്പോഴും നമ്മൾ ദൈവത്തെ ഒന്ന് നോക്കുന്നത്. നമ്മുടെ യേശുവിനെ നമ്മളത് കാണുവാൻ ആഗ്രഹിക്കുന്ന പക്ഷെങ്കിൽ അവിടെ എന്തില്ല കൂടെ ഉണ്ടായിരിക്കും എന്ന് ചിന്തിച്ചുവെങ്കിൽ, ആ ചിന്ത വെച്ചുകൊണ്ടാണ് പരതി നോക്കിയെങ്കിൽ അവിടെ ആളില്ല.
മറ്റെവിടൊക്കെയോ വിട്ടുകളഞ്ഞു. ഇവിടെ അല്ല വിട്ടുകളഞ്ഞത്, മറ്റ് നേരത്തെ എവിടെയോ വിട്ടുകളഞ്ഞത്. അതുകൊണ്ടാണ് പിന്നീട് അന്വേഷിച്ച് നടക്കുവാൻ ഇടയായത്. ദൈവമക്കൾ മനസ്സിലാക്കിക്കോണം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ വളർച്ചയ്ക്ക് എവിടുന്നാണ് നമ്മൾ വീണത് അവിടെ നമ്മൾ മടങ്ങി വന്നെങ്കിലേ പറ്റത്തുള്ളൂ. ഇവിടെ അല്ല എങ്കിൽ എന്ത് സംഭവിക്കും? വളർച്ചയില്ലെങ്കിൽ തളർച്ചയിലേക്ക് കടന്നു പോകും. പ്രധാനമായിട്ട് ആ അടിസ്ഥാനം വിട്ടുകളയാൻ പറഞ്ഞിട്ട് ആത്മീയ വളർച്ചയുടെ 5 സ്റ്റെപ്പുകളെ നമ്മൾ പഠിക്കുവാൻ പോകുകയാണ്. ആത്മീയമായിട്ട് വളർത്തപ്പെടും. നിങ്ങൾ മനസ്സിലാക്കണം, കട്ടിയായുള്ള ആഹാരമല്ല പാലത്രേ നിങ്ങൾ കുടിപ്പാൻ വന്നിരിക്കുന്നത്. അത് പറഞ്ഞതിന് ശേഷം ഇവിടെ അടിസ്ഥാനത്തിൽ നിൽക്കരുത് പറഞ്ഞു. അടിസ്ഥാനത്തിൽ മാത്രം നിൽക്കരുത്, മുൻപോട്ട് വളരണമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് വളരുവാൻ സാധിക്കുന്നതെന്നോ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമായിട്ട് 5 കാര്യങ്ങളെയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ വ്യക്തി ആരാണ്? ആ വ്യക്തി അവിടെ പറയപ്പെടുന്നത്, വായിച്ചോട്ട് 4-ാം അധ്യായം. അതിൽ 1-ാമത്തെ കാര്യം ഈ വ്യക്തിയുടെ പ്രത്യേകത. 5 പ്രത്യേകതകൾ, 5 പ്രാധാന്യതകളാണ് ഈ വ്യക്തിയുടേത്. 1, ഒരിക്കൽ പ്രകാശനം ലഭിച്ച വ്യക്തിയാണ്. എൻലൈറ്റൻഡ്, ദ ഫസ്റ്റ് വൺ. അവർ എൻലൈറ്റൻഡ് ആയിരുന്നു. വൺസ് ദേ ഹാഡ് ബീൻ എൻലൈറ്റൻഡ്. 2, നെക്സ്റ്റ് വേർഡ്. രണ്ടാമത് ഇവരുടെ പ്രത്യേകത, ദേ ടേസ്റ്റഡ് ദ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. They tasted the heavenly gift. സ്വർഗീയ ദാനം ആസ്വദിച്ചവർ. 3, they become the partakers of the Holy Spirit. പരിശുദ്ധാത്മാവിനെ അവർ പ്രാപിച്ചു. 4, ദൈവത്തിൻ്റെ നല്ല വചനം അവർ ആസ്വദിച്ചു. They tasted the good word of God. They tasted. 5, വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയെ അവർ ആസ്വദിച്ചു. They had tasted the powers of the age to come. They had tasted the powers of the age to come. 5 കാര്യങ്ങളാണ് ഇവർ അനുഭവിച്ചത്. അപ്പോൾ ഈ 5 കാര്യം അനുഭവിച്ച കൂട്ടരെക്കുറിച്ച് പറയുകയാണ്, ഇവർ പിന്മാറിപ്പോയാൽ, ഇവർ പിന്മാറ്റത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, ഇതിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഞാനും നിങ്ങളും ഏത് ഗണത്തിൽ എവിടം വരെ ആയി എന്നുള്ളത് നമ്മളൊന്ന് ശാന്തമായിട്ടൊന്ന് ചിന്തിച്ചോണം. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അവിടെ നിന്ന് നോക്കണം. ഇവിടെ ആദ്യമായിട്ട് പറയുന്നത്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചു. പ്രകാശനം പ്രാപിക്കുക. എന്താണ് എൻലൈറ്റൻഡ്? എന്താണ് പ്രകാശിപ്പിക്കുന്നത്? പ്രധാനമായിട്ട് നമ്മളൊരു വാക്യത്തിൽ കടന്നു വന്നാട്ട് എഫേസ്യർ 1-ാം അധ്യായം 17-ാമത്തെ വാക്യം. എഫിഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 17. അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നടക്കേണ്ട ഒരു വിഷയമാണ്, ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. എൻലൈറ്റൻ ദ ഹാർട്ട്. ഒരു ഹൃദയം ഒന്ന് തുറക്കപ്പെടണം. ഹൃദയം ഒന്ന് തുറക്കപ്പെടാത്തിടത്തോളം കാലം ചിലത് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയോട് പറയുന്ന ഒരു വേർഡ് ഈ സമയത്ത് വളരെ വിലയുള്ളതാണ്. ഗലാത്യർ 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 1. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങളുടെ കൺമുൻപിൽ വരച്ച് കാട്ടിയിരിക്കെ. നിങ്ങൾ മനസ്സിലാക്കണം, രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടത്തോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കൺമുൻപിൽ വരച്ച് കാട്ടിയിരിക്കെ എന്ന് പറഞ്ഞാൽ, ഈ ഗലാത്യ വിശ്വാസികളെല്ലാവരും ഒരു ദർശനത്തോടുകൂടെ ദൈവത്തെ കണ്ടുമുട്ടിയതാണ്. ശ്രദ്ധിക്കാൻ പറഞ്ഞ വേർഡ്. അവർ വെറുതെ കണ്ണുമടച്ച് യേശുവിനെ സ്വീകരിച്ചവരല്ല. ഇവർക്കെല്ലാവർക്കും ഒരു ദർശനമുണ്ടായിരുന്നു. ഇവരുടെ മുൻപിൽ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. എന്തായിരുന്നു അവരുടെ മുൻപിൽ ഉണ്ടായിരുന്ന കാഴ്ചപ്പാട്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുൻപിൽ വരച്ച് കാട്ടിയിരിക്കെ. ക്രൂശിൻ്റെ വചനം
നശിച്ചു പോകുന്നതൊക്കെ ഭോഷത്വമായിരിക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയായി തീരുവാൻ കാരണമുണ്ട്. എൻ്റെയും നിങ്ങളുടെയും മുൻപിൽ ആ ക്രൂശിക്കപ്പെട്ടവനാകുന്ന യേശുവിനെ വരച്ചു കാട്ടി. എങ്ങനെ വരച്ചു കാട്ടി പ്രിയപ്പെട്ടവരെ? അത് കാണുവാൻ കാരണമായി തീർന്നത്, ഒരു കാലത്ത് എൻ്റെ ഹൃദയം അടഞ്ഞു വെച്ചിരുന്നുവെങ്കിൽ ആ ഹൃദയം ദൈവം തുറക്കുവാൻ കാരണമായി തീർന്നു. ഞാൻ അവനെ കണ്ടതല്ല, ഞാൻ അവനെ അന്വേഷിച്ചതല്ല, പിന്നെയോ അവൻ എന്നെ കണ്ടുമുട്ടിയതാ. വഴിയിൽ വെച്ച് കണ്ടുമുട്ടുവാൻ കാരണമെന്ന് പറയുന്നത് ഞാൻ പലതും നടന്നുകൊണ്ടല്ല, പിന്നെയോ അവൻ എൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നുകൊണ്ടതാ. നിങ്ങൾ മനസ്സിലാക്കണം, യേശു എൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ ഈ യേശുവിനെ ഞാൻ കണ്ടുമുട്ടുകയില്ലായിരുന്നു. അവൻ എൻ്റെ ഹൃദയത്തെ തുറന്നു തന്നില്ലായിരുന്നുവെങ്കിൽ ഈ ദൈവത്തെ ഞാൻ കണ്ടുമുട്ടുകയില്ലായിരുന്നു. ഒരു പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ജനത്തോട് ഞാൻ ഓർപ്പിക്കട്ടെ, രക്ഷിക്കപ്പെട്ടപ്പോൾ ഒരു പ്രത്യേകമായ കാഴ്ചപ്പാട് കണ്ടില്ലെങ്കിലും നിങ്ങളുടെ മുൻപിൽ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെട്ടപ്പോൾ ഒരു കാഴ്ച നമ്മൾ കാണുവാൻ ഇടയായിത്തീർന്നു. അത് മറ്റൊന്നുമല്ല, യേശു ക്രൂശിക്കപ്പെട്ടവനായി നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടി. എന്താ അവിടെ സംഭവിച്ചത്? എൻലൈറ്റൻഡ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർക്ക് സംഭവിച്ച ഒരു ഗുണമുണ്ട്, അവരുടെ ഹൃദയം ഒന്ന് തുറക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഈ യേശുവിനെ ഒന്ന് മനസ്സിലാക്കുവാൻ, യേശു ആരെന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് കാരണമായി തീർന്നു. ഒരു വാക്യം കൂടെ വായിച്ചോട്ട്, 2 കൊരിന്ത്യർ 4 വാക്യം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന് പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ നമ്മൾ മനസ്സിലാക്കണം. ഒരു കൂട്ടം ജനത്തിൻ്റെ കണ്ണ് കുരുടായിരിക്കുമ്പോൾ, ഹൃദയം കുരുടായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നമ്മുടെ കണ്ണുകളെ അവൻ തുറന്നു തന്നു. അനുഭവിക്കുന്ന ദൈവത്തെ ജനം കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. ഒരു കൂട്ടം ജനത്തിൻ്റെ കണ്ണുകളെ അടച്ചു വെച്ചിരിക്കുമ്പോൾ കൃപയാൽ അവൻ നമ്മുടെ ഹൃദയ കണ്ണുകളെ തുറന്നു തരുവാൻ കാരണമായി തീർന്നു. ഇതെന്താ ഇത് കാരണമായി തീർന്നത്? ഞാനൊന്ന് എൻലൈറ്റൻഡായി, ഞാനൊന്ന് കാണുവാനിടയായി തീർന്നു. എന്താണ് അതിൻ്റെ മുഖാന്തരം? 2 മുഖാന്തരമാണ്. ഒന്ന്, ദൈവത്തിൻ്റെ വചനവും നല്ല ആത്മാവും. വായിച്ചാട്ട് 119 സങ്കീർത്തനം 105 വാക്യം. ദൈവത്തിൻ്റെ വചനം എൻ്റെ കാലിന് ദീപമാണ്, അതെൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. അപ്പോൾ എൻ്റെ മുൻപിൽ വെളിച്ചമായിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ നല്ല ആത്മാവാണ് അവിടെ വ്യാപരിപ്പാൻ ഇടയായിത്തീർന്നത്. അതാണ് എൻ്റെ ഹൃദയക്കണ്ണ് തുറന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ ഹൃദയക്കണ്ണ് തുറന്നതുപോലെ ദൈവം പലരുടെയും ഹൃദയക്കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിലും പലരും അത് റിജക്റ്റ് ചെയ്തുവെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. ആര്? ഒന്നാമത്തെ തെളിവ് ഞാൻ തരാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഇസ്രായേൽ മക്കളെ ശപിക്കുവാൻ വേണ്ടി ബാലാക്ക് വിളിച്ചുകൊണ്ട്, മോവാബ്യ രാജാവ് വിളിച്ചുകൊണ്ട് പോയതാ. എന്നാൽ പോകുന്ന വഴിയിൽ കഴുത അവിടെ കിടന്നുകൊണ്ട് ഒരു വലിയ പ്രയാസം ഉണ്ടാക്കിയെങ്കിൽ കഴുതയുടെ നാവ് തുറന്നുകൊണ്ട് ദൈവം സംസാരിക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, ദൈവം ബിലിയാമിൻ്റെ കണ്ണ് തുറന്നു. ബിലിയാമിൻ്റെ കണ്ണ് തുറന്നുവെങ്കിലും he rejected the light. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ദൈവം ബിലിയാമിൻ്റെ കണ്ണ് തുറന്നു. പക്ഷേ ആ കണ്ണ് തുറന്നുവെങ്കിലും ബിലിയാം അതിന് വില കൊടുത്തില്ല. അതിനെ തള്ളിക്കളഞ്ഞിട്ടാണ് വീണ്ടും ഇസ്രായേലിനെ ശപിക്കുവാനായിട്ട് കടന്നുപോയത്. ദൈവത്തിന് ഹിതമല്ല എന്ന് മനസ്സിലാക്കി, ദൈവത്തിന് ഇഷ്ടമല്ലെന്ന് മനസ്സിലാക്കിയിട്ടും ബിലിയാം കടന്നുപോയി. ദൈവമക്കൾ മനസ്സിലാക്കണമേ, ഒരു പക്ഷെങ്കിൽ ഞാൻ ദൈവത്തിന് പൈതലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാമെങ്കിലും ദൈവം തന്ന വെളിപ്പാടുകൾക്കനുസൃതമായിട്ട് പലപ്പോഴും നമ്മൾ ദൈവത്തെ റിജക്റ്റ് ചെയ്തിട്ട് വെളിച്ചത്തെ തള്ളിക്കളഞ്ഞിട്ടുള്ള പല നിമിഷങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് നിങ്ങൾ നോക്കുക, ഒരു യൂദാ ഇസ്കറിയോത്ത് എന്താ സംഭവിച്ചത്? എന്നോടുകൂടെ കൈത്താലത്തിൽ മുക്കുന്നവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്നോ കർത്താവായ യേശു പറഞ്ഞിട്ട് ഇപ്പോൾ ആര് പറഞ്ഞു? ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. അവൻ്റെ കണ്ണ് തുറന്നതാ. പക്ഷേ ഹി റിജക്റ്റഡ് ദ ലൈറ്റ്. നിങ്ങൾ മനസ്സിലാക്കണം, ആരുടെയെല്ലാം കണ്ണുകൾ തുറന്നിട്ടുണ്ട്, ആ കണ്ണുകൾ തുറന്നതിന് ശേഷം ആരെല്ലാം അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, അവരിലാരും നേരെ നിൽക്കുവാനായിട്ടിടയായിട്ടൊന്നുമില്ല. ദൈവത്തിൻ്റെ വചനം എൻ്റെ ഉള്ളിൽ വെളിപ്പെടുത്തി തരുന്നത് നല്ല കാര്യമാണ്. ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തെ തുറന്ന് പ്രകാശിപ്പിക്കുന്നത് നല്ല കാര്യമാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഒന്ന് മറന്നു കളയരുത്. ഒരിക്കലും ആ എൻലൈറ്റൻഡ് വേർഡിനെ ഞാൻ റിജക്റ്റ് ചെയ്യരുത്.
അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിനോ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കത്രേ ചെയ്യുന്നത്. എന്താ അത് പറയുവാൻ കാരണം? ഒരിക്കലും എൻ്റെ ഹൃദയത്തിൽ വെളിപ്പെട്ട് കിട്ടിയതാണ്. എനിക്കൊരിക്കലും അതിനെ റിജക്റ്റ് ചെയ്യുവാൻ സാധ്യമല്ല. എന്താ ഇവിടുത്തെ വിഷയം? ഇവരുടെ ഹൃദയക്കണ്ണുകൾ തുറന്നു. എന്നിട്ട് ഹൃദയക്കണ്ണുകൾ തുറന്നു, കർത്താവായ യേശുവിനെ കണ്ടു. രണ്ടാമത്തെ വിഷയം അവർ പറയുകയാണോ, സ്വർഗീയ ദാനം ഞാൻ ആസ്വദിച്ചു. എന്തുവാ സ്വർഗീയ ദാനം? നമുക്കെല്ലാവർക്കും അറിയാം, സ്വർഗത്തിനുള്ള ദാനം മറ്റൊന്നും അറിയുന്നില്ല, കർത്താവായ യേശു, ജീസസ് ക്രൈസ്റ്റ്. ഈ ലോകത്തിന് ദൈവം തന്ന ഏറ്റവും വലിയ ദാനമാണ് യേശു. ആ യേശു ക്രിസ്തു ദാനമായി നമുക്ക് തന്നതുകൊണ്ട് നമുക്ക് ലഭിച്ച ഒരു ഗുണമാണ് രക്ഷ. അതിൻ്റെ എഫക്റ്റാണ് സാൽവേഷൻ. യേശു ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ വലിയ ദാനമെങ്കിലും ഞാനത് മനസ്സിലാക്കണം, ഞാൻ പ്രാപിച്ച രക്ഷ വളരെ വലുതാണ്. ആ യേശു ക്രിസ്തു മുഖാന്തരമായിട്ട് ദൈവം എനിക്ക് തന്ന ഒരു വലിയ ദാനമാണ് രക്ഷ. എന്താ അതിൻ്റെ വിലയെന്ന് ചിന്തിക്കണമെങ്കിൽ ഒന്ന് നോക്കണം. കഴിഞ്ഞ നാളുകൾ നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കൊന്ന് കടന്നു ചെല്ലണം. അത് കടന്നു ചെല്ലുന്നത് വരെ അതിൻ്റെ വിലയെന്തെന്ന് നിനക്ക് മനസ്സിലാകത്തില്ല. എവിടുന്ന് ദൈവം രക്ഷിച്ചു, എന്താണ് എൻ്റെ ഉള്ളിൽ രക്ഷയുടെ സന്തോഷം, എന്താണ് രക്ഷയുടെ വിലയെന്നോ ഇന്ന് ഒരുപക്ഷെ നിൽക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ലെങ്കിൽ ഒന്ന് പിന്നോട്ട് നടന്ന് നോക്കണം. എവിടുന്നാണ് ദൈവം നിന്നെ വിളിച്ചതോ, എവിടുന്നാണ് ദൈവം നിന്നെ വേർതിരിച്ചതോ, ആ സ്ഥലത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ വില എന്താണെന്ന് മനസ്സിലാകും. കഴിഞ്ഞ നാളുകൾ പിന്നോട്ട് നോക്കി ഒന്ന് ആ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറയുവാൻ സാധിക്കും. മറ്റൊന്നുമല്ല, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചത്? എൻ്റെ പാപം യേശു ചുമന്നു, ഞാൻ പരിപൂർണമായി സ്വതന്ത്രനായി. പാട്ടുകാരൻ ഇപ്രകാരം പാടുന്ന ഒരു വലിയ സന്തോഷം എൻ്റെ ഉള്ളിൽ കടന്നു വന്നു. യേശുവിൻ്റെ പാപമെടുത്ത് മാറ്റി. അനുഭവിച്ചില്ലേ സഹോദര? ദൈവം നിന്റെ പാപമെടുത്ത് മാറ്റിയപ്പോൾ ആ സ്വർഗീയമായിരിക്കുന്ന വലിയ സന്തോഷം, രക്ഷ നിന്റെ ഉള്ളിൽ തന്നപ്പോൾ ദൈവം നിനക്ക് തന്നത് വെറും രക്ഷ മാത്രമായിരുന്നില്ലേ, നിന്റെ പാപത്തിൻ്റെ ഭാരം അവൻ ചുമന്നു. അനുഭവിച്ചത് സ്വർഗീയ ദാനമാണോ? ദൈവത്തിൻ്റെ ദാസൻ പൗലോസ് ഇപ്രകാരം പറയുന്നു, ഇത്ര വലിയ രക്ഷയെ നീ അഗണ്യമാക്കിയാൽ എന്ന് പറഞ്ഞാൽ ആ രക്ഷയ്ക്ക് വില ഉണ്ടാകണമെങ്കിൽ പണ്ടത്തെ കാലത്തിലേക്ക് പോയേ പറ്റത്തുള്ളൂ. ഇന്നത്തെ കാലത്ത് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ പലപ്പോഴും നാളുകൾ മുൻപോട്ട് കടന്നുപോയി. എന്തായി പറ്റിയെന്നറിയാമോ? ഇതെൻ്റെ ജീവിതത്തിൽ റൊട്ടീൻ അനുഭവമായി തീർന്നപ്പോൾ അതിന് വിലയില്ലാതായിത്തീർന്നു. വില മനസ്സിലാക്കണമേ, കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്ന് ചെല്ലണം. പ്രിയപ്പെട്ടവരെന്ന് മനസ്സിലാക്കണമേ, സ്വർഗീയ ദാനം പ്രാപിച്ച ഒരു ദൈവജനത്തെയാണ് ഇവിടെ കണ്ടത്. എന്ത് സംഭവിച്ചു? അവരൊന്ന് ചെയ്തത്, അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചു. കർത്താവായ യേശുവിനെ കണ്ടു. രണ്ടാമത് ജീവൻ സംഭവിച്ചത്, ആ കണ്ടവനാകുന്ന യേശുവിനെ അവർ അക്സെപ്റ്റ് ചെയ്തു. ആ യേശുവിനെ അവർ സ്വീകരിച്ചു. അത് മുഖാന്തരമായി രക്ഷിക്കപ്പെടുവാൻ കാരണമായി തീർന്നു. രക്ഷ പ്രാപിച്ചു. വായിച്ചോട്ടെ, എഫെസ്യർ 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. താഴോട്ട്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ദാനമാ. ഞാൻ രക്ഷ പ്രാപിക്കുവാൻ ഇടയായിത്തീർന്നത് ദൈവത്തിൻ്റെ ദാനമാ. അനുഗ്രഹിക്കപ്പെട്ടൊരു പാട്ടുണ്ട്, പാട്ടുകാരൻ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പാട്ടുകാരൻ്റെ ആ പാട്ട് വരികൾ ഞാൻ ഓർപ്പിക്കട്ടെ. തേടിയതല്ല ഞാൻ നിന്നെ ഈ ക്രൂസിലെ സ്നേഹം, ഞാനല്ല നിന്നെ തേടിയത്, ഈ ക്രൂസിലെ സ്നേഹം ഈ പാപിയാം എന്നെ തേടി. അതെ പ്രിയപ്പെട്ട, തേടിയതല്ല ഞാൻ നിന്നെ ഈ ക്രൂസിലെ സ്നേഹം. എന്ത് സംഭവിച്ചു? കൃപയാലത്രേ നാം രക്ഷിക്കപ്പെട്ടു. ഞാൻ ഓർപ്പിക്കട്ടെ, എൻ്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കാൾ വലുതാണ് ഞാൻ അനുഭവിക്കുന്ന രക്ഷയുടെ സന്തോഷം. എൻ്റെ ചുറ്റുപാടുകളുടെ സകല പ്രതികൂലങ്ങളെക്കാൾ വലുതാണോ ഞാൻ അനുഭവിക്കുന്ന രക്ഷയുടെ സന്തോഷം. എൻ്റെ ജീവിതത്തിൻ്റെ സകല കയ്പിനേക്കാൾ വലുതാണോ ഞാൻ അനുഭവിക്കുന്ന രക്ഷയുടെ സന്തോഷം. പ്രിയപ്പെട്ട പ്രിയ ദൈവവേദനെ ഞാൻ ഓർപ്പിക്കട്ടെ, എൻ്റെ ചുറ്റുപാടുകളിലെ സകല സാഹചര്യങ്ങൾക്കാൾ വലുതാണ് രക്ഷയുടെ സന്തോഷമെന്ന് ഞാൻ കാണാത്തിടത്തോളം കാലം എൻ്റെ ചുറ്റുപാടുകളുടെ കയ്പിന് വിലയുണ്ട്, രക്ഷയുടെ സന്തോഷം വില കുറയും. ലോകത്തിൽ ഒരു വ്യക്തിക്ക് പ്രാപിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമല്ല, സ്നാനപ്പെടുമ്പോഴുള്ള സന്തോഷമല്ല, രക്ഷിക്കപ്പെട്ടപ്പോഴുള്ള സന്തോഷം. അതിനേക്കാൾ വലിയ സന്തോഷം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുമില്ല. അതാണ് ദ സ്റ്റാർട്ടിങ് സന്തോഷം. ആ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ സകല പ്രതികൂലങ്ങൾക്കാൾ വലുതാണ്. ഹബക്കൂക്ക് ഇപ്രകാരം പറയുന്നത്, എങ്കിലും ഞാൻ എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും. മറ്റൊന്നിലും ആനന്ദിക്കുമെന്നല്ല, എനിക്ക് തന്ന ആത്മാവിൽ ഞാൻ ആനന്ദിക്കുമെന്നല്ല പറയുന്നത്, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ രക്ഷയെ മാത്രം ഓർത്താൽ മതി, നിങ്ങളുടെ സകല പ്രതികൂലങ്ങളെ ഓവർകം ചെയ്യുവാൻ സാധിക്കും.
ദൈവം വിടുവിച്ച വിടുതൽ അത് മാത്രം ഓർത്താൽ മതി. അതുകൊണ്ട് എന്ത് വരുമെന്നറിയാം? ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിൽ പുറത്ത് വിടുതൽ അവിടെ നടക്കും. ഉള്ളിൽ സന്തോഷം തുള്ളുമ്പോൾ പുറത്ത് വിടുതൽ നടക്കും. പുറത്തെ പ്രശ്നങ്ങളാണ് വലുത്, ഉള്ളിൽ ഭാരത്തോട് ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കാര്യം കാണത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ വിടുതൽക്കാരൻ കാണുവാൻ സാധിക്കും. ഉള്ളിൽ സന്തോഷം വർദ്ധിച്ച് ദൈവത്തിൻ്റെ സന്നിധാനത്ത് ഇരിക്കുമ്പോൾ എൻ്റെ ചുറ്റുപാടുമുള്ള പ്രശ്നം എനിക്ക് ഏതുമില്ലാത്തതായി മാറ്റപ്പെടുന്നുവെങ്കിൽ നീ പ്രാർത്ഥന മുറിയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നിനക്ക് സംഭവിക്കുന്നതോ നിന്റെ പ്രശ്നങ്ങളെ നീ കാണുകയില്ല, അതിനെ നീ അതിജീവിക്കും. എന്താ ഇവിടുത്തെ വിഷയം? സ്വർഗീയ ദാനം ആസ്വദിച്ചു എന്ന് പറഞ്ഞാൽ, നല്ല ഭാഷയിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ കർത്താവ് അവരുടെ ഹൃദയ കണ്ണുകളെ തുറന്നു. രണ്ട് സംഭവിച്ചത്, അവർക്ക് രക്ഷിക്കപ്പെട്ടു. മൂന്നാമത്തെ അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്, ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയുടെ മൂന്നാമത്തെ സ്റ്റെപ്പ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. രക്ഷിക്കപ്പെട്ടതിന് ശേഷം നെക്സ്റ്റ് ആണ് പരിശുദ്ധാത്മ. വായിച്ചാട്ട് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 37-38 വാക്യം. ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 37 and 38. പ്രിയ സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? എന്തിനു വേണ്ടിയായി ചോദിച്ചെന്നറിയാം? എന്തിനാ ചോദിച്ചെന്നറിയാം? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ. അവരുടെ ഉള്ളിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു, എനിക്ക് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, എനിക്ക് ഈ ആത്മാവിൻ്റെ ശക്തി എനിക്ക് പ്രാപിക്കണം. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ആത്മാവിൻ്റെ ശക്തി പ്രാപിക്കാത്ത ഏതെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ, അന്ന് ആദ്യ നൂറ്റാണ്ടിൽ പത്രോസ് പ്രസംഗിച്ചപ്പോൾ ഉണ്ടായ വേദന നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിൻ്റെ ദിവസമായിരിക്കും. എന്താ ഇവിടെ പറയുന്നത്? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ വേണ്ടി അവരുടെ ഉള്ളിൽ ഭാരമുണ്ടായിരുന്നു, വാഞ്ചയുണ്ടായിരുന്നു. എന്താ അവിടെ സംഭവിച്ചത്? പരിശുദ്ധാത്മാവ് അവരുടെ മേൽ കടന്നു വന്നു. അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞവരായി. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം എന്താ നമ്മളെ പ്രാപിച്ച സന്തോഷം എന്നുള്ളത്. ആ ആനന്ദം എന്താണ് നമുക്ക് അറിയാം. പ്രിയപ്പെട്ട, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. രക്ഷിക്കപ്പെട്ടപ്പോൾ ഒരു വലിയ സന്തോഷം ഉടമയായിരുന്നുവെങ്കിൽ, രണ്ട് ആത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ സംഭവിച്ചത് ആ രക്ഷയുടെ സന്തോഷം മാത്രമായിരുന്നില്ല. പിന്നീട് നമ്മൾ ചിന്തിക്കും, ഞാൻ എവിടെയാണെന്ന് ഞാൻ പോലും അറിഞ്ഞില്ല. സ്വർഗമാണോ? അവിടെയല്ല. ഭൂമിയാണോ? അവിടെയല്ല. എന്നാൽ എന്താ അനുഭവിക്കുന്നത്? സ്വർഗത്തിലെ സന്തോഷം അനുഭവിക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ആത്മാഭിഷേകം പ്രാപിച്ച ദിവസത്തെ ഞാൻ ഓർക്കുന്നുണ്ട്. ഏതാണ്ട് അരമണിക്കൂർ തുള്ളി ചാടിക്കൊണ്ടിരുന്നത് എവിടെയാണെന്ന് എനിക്ക് പോലും അറിയത്തില്ലെന്നല്ല, എന്താ അതിൻ്റെ സന്തോഷത്തിൻ്റെ പാരമ്യം എന്താണെന്ന് അറിയത്തില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ക്ലോസറ്റിലേക്ക് കടന്നുപോയി, നിങ്ങളുടെ പ്രാർത്ഥന മുറിയിലേക്ക് കടന്നുപോയി ഒരല്പസമയം ദൈവസന്നിധാനത്തിൽ മുട്ടുകളെ മടക്കി ദൈവത്തോട് നിങ്ങൾ സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധ ശക്തി നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ തുടർന്നുള്ള നിമിഷങ്ങൾ എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നാം അനുഭവിക്കുന്ന അനുഭവത്തിൻ്റെ ശക്തി എന്തെന്ന് നമുക്ക് പറയുവാൻ പറ്റത്തില്ല. അനുഭവിക്കുന്ന അനുഭവത്തിൻ്റെ ബലം എന്തെന്ന് പറയുവാൻ സാധിക്കത്തില്ല. ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ വാസ്തവമായി ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിരന്തരമായി നിറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരാകുന്നുവെങ്കിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഉടുപ്പ് വരെ ദൈവശക്തിയുടെ ചൈതന്യം അതിന്മേൽ കാണും. പത്രോസിൻ്റെ റൂമാല കൊണ്ടിട്ടപ്പോൾ വെറുതെയുള്ള രോഗികൾ സൗഖ്യമായത് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായിരുന്നു. ദൈവസന്നിധാനത്തിൽ ദൈവത്തിൻ്റെ ശക്തി തുടർമാനമായിട്ട് പ്രാപിച്ചു കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവർ, നിങ്ങളിൽ മാത്രം ഒതുങ്ങുകയല്ല, നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് വ്യാപരിക്കുമെന്ന് മനസ്സിലാക്കണം. എന്താ ഈ പ്രിയപ്പെട്ടവരുടെ പ്രത്യേകത? അവർ മൂന്നാമത്തെ ലെവലിലേക്ക് കടക്കുകയാണോ? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് അവർ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഒരു സ്വർഗീയ അനുഭവങ്ങളിലേക്ക് അവർ കടക്കുക. കഴിഞ്ഞ നാളുകളുടെ അനുഭവത്തിലല്ല അവർ നിൽക്കുന്നത്. അടുത്ത പടിയിലേക്ക് അവർ ഉയർന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. നെക്സ്റ്റ് ലെവലിലേക്ക് വീണ്ടും അവർ കടക്കുക. ഏതാ ലെവലെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനത്തെ അവർ ആസ്വദിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തെ ടേസ്റ്റ് ചെയ്യുക. ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരെ വിളിച്ചു പറയുന്നുണ്ട്, പൊൻവെള്ളി നാണ്യത്തെക്കാൾ നിന്റെ ന്യായപ്രമാണം എനിക്ക് വളരെ വലുതാണോ, തേനിലും തേൻകട്ടയിലും അത് അധികം മധുരമാണ്. 2 ദിവസത്തെ മധുരത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധ വചനമായി സമയം ചെലവഴിക്കുന്ന ഓരോ നിമിഷങ്ങളും അതിനകത്ത് വെളിപ്പെടുന്നതായിരിക്കും ദൈവീയ മർമ്മങ്ങളെന്ന് പറയുന്നത്. എനിക്ക് തേനിലും തേൻകട്ടയിലും വലുതാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഒരു ദൈവ പൈതലിന് സ്വർഗീയ ദാനം ആസ്വദിച്ച ഒരു ദൈവ പൈതലിന് മാത്രമേ ദൈവവചനത്തിൻ്റെ ആന്തരികമായിരിക്കുന്ന മർമ്മങ്ങൾ മനസ്സിലാക്കി അതിനകത്ത് ആസ്വദിക്കുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ തന്നിരിക്കുന്ന പുസ്തകം വെറുതെ 5 അധ്യായം വായിച്ച് വിടേണ്ടതല്ല, ഇതിനകത്തൊന്ന് ആസ്വദിക്കുവാനുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇതിനകത്ത് ടേസ്റ്റ് ചെയ്യുവാൻ പലതുമുണ്ട്. നിങ്ങൾക്കറിയാം, അനേക കാലങ്ങളിൽ അനേക ഭക്തന്മാർ ആസ്വദിച്ചിട്ടുണ്ട്, ആസ്വദിച്ച് അവരുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്.
നിങ്ങൾ അബ്രഹാമിനെ വിളിച്ച് നോക്ക്. അബ്രഹാമിന് ഒരു കാര്യം അറിയാം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, നിന്റെ ഭാര്യയാകുന്ന ഈ സാറയിൽ നിന്നോ ഞാൻ നിനക്കൊരു കുഞ്ഞിനെ തരും. ദാറ്റ്സ് എനഫ്. അതിൻ്റെ ആസ്വദിച്ചതാണ് തൻ്റെ ജീവിതത്തിൽ ഒരനുഗ്രഹം കാണുവാനിടയായി തീർന്നത്. കഴിഞ്ഞ നാളുകളിൽ നിന്ന് പിന്നോട്ട് നോക്കിയാട്ട് ദൈവം തന്നിരിക്കുന്ന ചില ദൈവത്തിൻ്റെ വചനങ്ങൾ, പ്രതികൂലങ്ങളുടെ നടുവിലായിരിക്കാം ആ വചനം തന്നത്. അത് എത്രമാത്രം മധുരമായിരുന്നു. ഇല്ലേ? ഇല്ലേ? പ്രതികൂലങ്ങളുടെ നടുവിൽ ഞാൻ ആയിരുന്നപ്പോൾ, പ്രയാസങ്ങളുടെ കുഴിയിൽ ഞാൻ ആയിരുന്നപ്പോൾ, എഴുന്നേൽക്കുവാൻ പോലും പറ്റത്തില്ല ചിന്തിച്ച സ്ഥാനത്താണ് ദൈവവചനം എൻ്റെ നാവിൽ തന്നത്. നിങ്ങൾക്കറിയാം, റബ്ബിയുടെ സാക്ഷ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ കുഞ്ഞ് മരിക്കുവാൻ തുടങ്ങുമ്പോൾ ആ കുഞ്ഞ് പറഞ്ഞൊരു വേർഡുണ്ട്, ഇല്ല ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വർണ്ണിക്കും. ആസ്വദിക്കുന്ന വചനമാണ്. ആസ്വദിക്കുക, കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക. എവിടുന്നാ വന്നത്? പ്രതികൂലങ്ങളാ. ഡോക്ടേഴ്സ് പറഞ്ഞു കൈയൊഴിഞ്ഞു, ഇനി പറ്റത്തില്ലെന്ന് പറഞ്ഞ് മാറ്റപ്പെട്ട സ്ഥാനത്താണ് ദൈവം എഴുന്നേൽപ്പിച്ചത്. എന്താ കാരണം? അവൻ ആ വചനത്തെ ആസ്വദിച്ചു. നിങ്ങളൊന്ന് പിന്നോട്ട് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരനുഭവമെങ്കിലും പറയുവാൻ ഇല്ലാതിരിക്കത്തില്ല. പ്രതികൂലങ്ങളുടെ നടുവിൽ ആസ്വദിച്ച ദൈവത്തിൻ്റെ വചനം ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വിശുദ്ധ വചനമായിട്ട് കൃപയാൽ സമയം ചെലവഴിക്കുമ്പോൾ എനിക്ക് ദൈവം ആദ്യകാലത്ത് ദൈവം എനിക്കൊരു വാഗ്ദത്തം തന്നു. എനിക്ക് പോലും അതിന് അർത്ഥം അറിയത്തില്ലായിരുന്നു. അന്ന് ദൈവം പറഞ്ഞു, കുഞ്ഞേ, ഞാൻ ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, ഗുപ്തനിധികളെ ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല, ഞാൻ ഉദ്ദേശിച്ചു എവിടേക്കോ വല്ല നിധിയൊക്കെ കാണും, അതൊക്കെ പൊക്കിയെടുത്ത് തരാൻ പോവാന്ന് ചിന്തിച്ചു. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്, ഇതിനേക്കാൾ എത്രയോ വലുതാണ് ഈ ഗുപ്തനിധി. ഇരിക്കുമ്പോൾ മണിക്കൂറുകൾ പോകുന്നത് അറിയത്തില്ല. ഒരിക്കലും എൻ്റെ അമ്മായിമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു, പുള്ളിക്കാരത്തി ഇവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ അവരെല്ലാം കിടക്കുവാൻ പോയപ്പോൾ ഞാൻ ബൈബിൾ വായിക്കാനായിരുന്നു. പുള്ളിക്കാരത്തി ഏതാണ്ട് വെളുപ്പിനെ ഒരു 3 മണിയായപ്പോൾ എഴുന്നേറ്റ് വന്നു. ബാത്റൂമിലെങ്ങാണ്ട് പോയിരുന്നപ്പോൾ ഞാൻ വീണ്ടും അവിടെ തന്നെ ഇരിക്കുക. പുള്ളിക്കാരത്തി, എൻ്റെ മോനെ, നീ അന്ന് ഇത്രയും പഠിച്ചിരുന്നെങ്കിൽ നീ എന്ന് എവിടെ ആയിരുന്നു? ഞാൻ പറഞ്ഞത് എന്നാണെന്നറിയാമോ? എന്തുകൊണ്ടാണ് ഇരിക്കുന്നറിയാമോ? ഒരു നോവലിൽ കിട്ടുന്ന സന്തോഷത്തെക്കാൾ വലുത് ഈ വചനത്തിലുണ്ട്. ഇത് ആസ്വദിക്കേണ്ടതാണ്, ഇത് അനുഭവിക്കേണ്ടതാണ്. ഇത് വെറുതെ വായിച്ചു വിടുവാനുള്ളതല്ല. ഇതിനകത്ത് അനുഭവിക്കുവാൻ ഇഷ്ടം പോലുണ്ട്. അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇവർ അനുഭവിക്കുന്ന ദൈവശക്തി പ്രാപിച്ചു. ദൈവശക്തിയാണ് വാസ്തവമായിട്ട് ദൈവവചനത്തിൻ്റെ ആന്തരിക മർമ്മങ്ങളെ നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തന്നെയാണ്. എന്നാൽ ഇതിന് ശേഷം 5ാമത്തെ സ്റ്റെപ്പിലേക്ക് അവർ പോയി. എന്താ പോയെന്നറിയാമോ? വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി അവരാസ്വദിച്ചു. എന്തുവാ വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി? വായിച്ചോട്ട് മർക്കോസിൻ്റെ സുവിശേഷം, മർക്കോസ് 10:30 വായിച്ചോട്ട്. മർക്കോസ് 10:30. നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളെയും എവിടെ കിട്ടുമെന്ന കർത്താവ് ഇവിടെ പറയപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ വിളിക്കുന്ന അല്ല, ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന കാര്യമാണ്. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന കാലത്ത് ലഭിക്കുന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെയോ 1000 ആണ്ട് വരുവാനുള്ള ലോകത്തിൽ. ഏതാ ഈ വരുവാനുള്ള ലോകം? 1000 ആണ്ട് വാഴ്ച എന്ന് പറഞ്ഞാൽ 1000 ആണ്ട് വാഴ്ചയുടെ അനുഭവം അനുഭവിക്കുന്ന ദൈവജനമാണെന്ന് ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നത്. മനസ്സിലായില്ല ഞാൻ പറഞ്ഞു വന്നത്? 1000 ആണ്ട് വാഴ്ചയുടെ അന്ന് ലോകത്തിലെ ജനം 1000 ആണ്ട് വാഴ്ച വാഴുമ്പോൾ എന്ത് അനുഭവം അനുഭവിക്കുമോ അത് ഇന്ന് നാം അനുഭവിക്കും. എവിടെ? പ്രതികൂലങ്ങളുടെ നടുവിൽ. എവിടെ? പ്രശ്നത്തെ നടുവിൽ. എവിടെ? സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ. എന്താ അന്നത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? അന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ യാതൊരു ദീനവും ഉണ്ടാകുകയില്ല. അന്നത്തെ പ്രത്യേകത അവിടെ സകലത്തിന് സമൃദ്ധി ഉണ്ടായിരിക്കും. ഈ ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ ദൈവം പരാജിതനായിട്ട് വിടുവാൻ ദൈവം ആഗ്രഹിക്കത്തില്ല. ദൈവം അവനെ 1000 ആണ്ട് വാഴ്ചയുടെ അനുഭവം ഈ ലോകത്തിൽ വെച്ച് ഇപ്പോൾ നീ അനുഭവിപ്പാൻ ദൈവം നമുക്ക് തരും. ഇടതും വലതും 1000 10,000 വീഴും, എങ്കിലും അത് നിന്നോടടുത്ത് വരികയില്ല. ചുറ്റുപാടും അനേക പ്രശ്നങ്ങൾ. കഴിഞ്ഞ ദിവസം ഞാൻ ഓക്കെയായിരുന്നു, പ്രാച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം എനിക്ക് വെളിപ്പെടുത്തി. മിസ്രയീം ദേശം മുഴുവൻ ക്ഷാമത്താൽ നിറയപ്പെട്ടിരുന്നുവെങ്കിൽ യോസഫേ, നിന്റെ കളപ്പുരയിൽ യാതൊരു കുഴപ്പവും വന്നിട്ടില്ല. മിസ്രയീം സ്ഥലം മുഴുവൻ ക്ഷാമമാണോ? ചുറ്റുപാടുമുള്ള ദേശം ക്ഷാമമാണോ? ആൾക്കാർ കടന്നു വരികയാണോ? എന്നാൽ ഒരു കാര്യമുണ്ട്, യോസഫേ, നിന്റെ കളപ്പുരകൾ മറ്റുള്ളവ കൊടുക്കത്തക്കവണ്ണം നിറഞ്ഞു കവിയും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നിൻ്റെ കളപ്പുര നിറഞ്ഞു കവിഞ്ഞുകൊണ്ടേയിരിക്കും.
മിസ്രൈമിൻ്റെതായിരിക്കുന്ന ക്രൈസിസ് അല്ല നിൻ്റെ മുമ്പിൽ പ്രശ്നം. ദൈവം നിന്നെ അതിനു മുമ്പ് ഒരു സമൃദ്ധിയിലേക്ക് നടത്തുന്നു, ഒരു സമൃദ്ധിയിലേക്ക് ദൈവം നയിക്കുന്നു, ഒരു സമൃദ്ധിയുടെ അനുഭവം അനുഭവിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന ദൈവ മക്കളെന്ന് പറയുന്നവർ, അവർ ജീവിക്കുന്നറിയാമോ, അവർ വരുവാൻ പോകുന്ന ലോകത്തിൻ്റെ ശക്തി അവർ ആസ്വദിക്കുന്നവരാണ്. വരുവാൻ പോകുന്ന ലോകത്തിൻ്റെ ശക്തി അവർ അനുഭവിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധ കരങ്ങൾ അവർക്ക് വെളിപ്പെടുന്നത് മാത്രമല്ല, അവരത് അനുഭവിക്കുന്നവർ കൂടിയാണ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ആത്മാർത്ഥമായിട്ട് ദൈവത്തെ വിളിച്ച് ആരിറങ്ങി തിരിച്ചിട്ടുണ്ട്, അവരെല്ലാവരും വരുവാൻ പോകുന്ന ലോകത്തിൻ്റെ ശക്തി ഈ ഭൂമിയിൽ അവരനുഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിങ്കൽ ചിലത് കിട്ടുമെന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നത്, ഈ ലോകത്തിൽ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ ഈ ലോകത്തിൽ വെച്ച് ഞാനത് അനുഭവിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്രായേൽ മക്കൾക്ക് 1000 ആണ്ട് വാഴ്ചയുടെ ഒരു പ്രത്യേകതയുണ്ട്. അന്ന് ദൈവം 1000 ആണ്ട് വാഴ്ചയിൽ ഈ ഭൂമിക്ക് മീതെ ഒരു വിധാനമുണ്ടാക്കും. ആ വിധാനത്തിൻ്റെ കീഴിലായിരിക്കും ഭൂമി ആയിരിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട്, അതിനു മീതെ വേറൊരു വിധാനമുണ്ടായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയർ കണ്ടീഷൻഡ് ലൈഫിലാണ് ദൈവം അവരെ നടത്തുന്നത്. യാതൊരു ഇതുമായിരിക്കുന്ന അണുകളോ ബാധകളോ അടുക്കാതെ വണ്ണം ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ശക്തനാകുന്നുവെങ്കിൽ, ഇന്ന് ദൈവത്തിൻ്റെ മക്കൾക്ക് ഇതേ ഡബിൾ പ്രൊട്ടക്ഷൻ തന്നാണ് ദൈവം നടത്തുന്നത്. അല്ലേ, അല്ലേ? ദൈവം തന്നിരിക്കുന്ന പ്രൊട്ടക്ഷനെ ഒന്ന് ഓർത്ത് നോക്കിയാട്ട്, ദൈവം തന്നിരിക്കുന്ന വഴികളെ ഒന്ന് ഓർത്ത് നോക്കിയാട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ആരോടോ പറയുകയായിരുന്നു, ഒന്ന് ചിന്തിച്ച് നോക്ക്, ജീവിതത്തിൻ്റെ ഏത് പ്രതികൂലങ്ങളും നിങ്ങൾ കണക്കിലെടുത്ത് നോക്കി, എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവം വിടുവിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കരങ്ങൾ, ദൈവം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ കാണുവാൻ സാധിക്കും. നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരമയാണ് ഒന്ന്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, എന്നാൽ ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്ന മീതെ അവൻ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ സഹിക്കുന്നതിന് മീതെ പരീക്ഷ കൊണ്ടുവരുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതിനു മുമ്പ് ദൈവത്തിന് വിടുതൽ എൻ്റെ മേൽ വ്യാപരിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ മനസ്സിലാക്കണമേ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, വരുവാൻ പോകുന്ന ലോകത്തിൻ്റെ ശക്തി ഇവിടെ അനുഭവിക്കണം. ഒന്ന് ഞാൻ ചോദിക്കട്ടെ, ഞാൻ 5 കൂട്ടം കാര്യങ്ങളാണ് പറഞ്ഞത്. 1, ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിച്ചു. 2, രക്ഷിക്കപ്പെട്ടു. 3, ആത്മാഭിഷേകം പ്രാപിച്ചു. 4, ദൈവവചനം ആസ്വദിക്കുന്നു. 5, ഈ വരുവാൻ പോകുന്ന ലോകത്തിൻ്റെ ശക്തി അനുഭവിക്കുന്നു. എത്ര പേരിരിപ്പുണ്ട്? ഇത്രയും അനുഭവിക്കുന്ന എത്ര പേരിരിപ്പുണ്ട്? എത്ര പേരുണ്ട്? കാര്യങ്ങൾ എത്ര ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആരാ ഇതിനകത്ത് ഇല്ലാത്തത്? ഞാനും നിങ്ങളും ഇത് അനുഭവിച്ചിട്ട് അപ്പോസ്തലനായ പൗലോസ് അവസാനമായിട്ട് കൊണ്ട് പറയുകയാണ്, ഇങ്ങനെയുള്ളവർ പിന്മാറിപ്പോയാൽ, ഇങ്ങനെയുള്ളവർ പിന്മാറിപ്പോയാൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്കും എന്തിന് ചാൻസ് ഉണ്ട്? ശ്രദ്ധിക്കുക, ഇത്രയും അനുഭവങ്ങൾ അനുഭവിച്ചിട്ട്, ഇത്രയും നന്മകൾ അനുഭവിച്ചിട്ട് പിന്മാറ്റത്തിലേക്ക് പോകുക പോസിബിളാ? പിന്മാറിപ്പോകാൻ. ആ പിന്മാറ്റം എന്ന് പറയുന്നത് ഏത് ലെവലിൽ വരെ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ആ പിന്മാറ്റം 2 പ്രധാനപ്പെട്ട വീഴ്ചകളാണ് അവിടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. വായിച്ചിട്ട് താഴെ, രണ്ട് പ്രധാനപ്പെട്ട കാരണം കൊണ്ടാണ് അവർക്ക് വീണ്ടും മാനസാന്തരപ്പെടാൻ പറ്റാത്തത്. അവർ 2 പ്രധാനപ്പെട്ട കാരണം, 2 ബേസിക് റീസൺസ്, അതാണ് അവർക്ക് മാനസാന്തരപ്പെടുവാൻ പറ്റാത്തത്. ഒന്നാമത്തെ കാരണം, ഇതെല്ലാം അനുഭവിക്കുന്നവർ പിന്മാറിപ്പോയാൽ ആ പിന്മാറ്റം അവരിലെ എവിടെ വരെ കൊണ്ടുവന്നു? ഒന്ന് പറഞ്ഞത്, അവർ വീണ്ടും ദൈവപുത്രനെ ക്രൂശിക്കുന്നു എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ദൈവപുത്രനെ ക്രൂശിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം ഇവരുടെ അവസ്ഥ എവിടെ വരെയായെന്നോ. അവനെ വീണ്ടും ക്രൂശിക്കുന്നവർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, വായിച്ചാട്ട ഒരു വാക്യം, ലൂക്കോസ് 23-ാം അധ്യായം 21-ാമത്തെ വാക്യം. ലൂക്കോസ് 23:21. അവരോ അവനെ ക്രൂശിക്ക എന്ന് എതിരെ നിലവിളിച്ചു. ആരായി നിലവിളിച്ചേ? യഹൂദജനം. എന്ത് ചെയ്യാനാ പറഞ്ഞത്? ക്രൂശിക്ക.
ആരാ ഇത് പറയുന്നത്? ഇപ്പം ഇതാരാ പറയുന്നത് അവനെ ക്രൂശിക്ക എന്ന്? ഇത്രയും അനുഭവിച്ചവർ. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇത്രയും അനുഭവിച്ചവർ. ദൈവം ഹൃദയദൃഷ്ടി തുറന്ന് രക്ഷിക്കപ്പെട്ട് അതോടൊപ്പം തന്നെ ദൈവശക്തി പ്രാപിച്ച് ദൈവത്തിൻ്റെ വചനം അവർ ആസ്വദിച്ച് അതോടൊപ്പം തന്നെ ദൈവശക്തിയിൽ അവർ മുൻപോട്ട് കടന്നു പോയവർ. അവരുടെ പിന്മാറ്റ ജീവിതം, ആ പിന്മാറ്റ ജീവിതം എവിടെ വരെ കൊണ്ടുപോയി എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അവർ ഏറ്റവും അധമമായിരിക്കുന്ന കുഴിയിലേക്കാണ് അവരെ കൊണ്ടെത്തിച്ചത്. എന്താ അവരിപ്പോൾ വിളിച്ചു പറയുന്ന ഒന്നാണ്, അവനെ വീണ്ടും ക്രൂശിക്കുക. ഒരിക്കൽ അവരറിയാതെ അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞവരാ. കാരണം ഞാനും നിങ്ങളും രക്ഷിക്കപ്പെടാതിരുന്ന സമയത്ത് എൻ്റെയും നിങ്ങളുടെ പാപങ്ങൾ മുഖാന്തരമായിട്ട് ഞാനും നിങ്ങളും ലോകത്തിൽ തന്നെ ജീവിച്ചപ്പോൾ, ലോകക്കാരായി ജീവിച്ചപ്പോൾ ഞാനും നിങ്ങളും വെർബലി പറഞ്ഞില്ലെങ്കിലും എൻ്റെയും നിങ്ങളുടെ പ്രവർത്തനം കൂടെ ഒരു ധ്വനി ഉണ്ടായിരുന്നു, അവനെ ക്രൂശിക്കുക. കർത്താവ് യേശുവുമായിട്ട് നമുക്ക് വ്യക്തിപരമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു. യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ നമുക്ക് മനസ്സില്ല, യേശുവിനെ ഇഷ്ടപ്പെടുവാൻ നമുക്ക് മനസ്സില്ല. നമ്മുടെ സ്വന്തം താല്പര്യപ്രകാരം മുൻപോട്ട് കടന്നുപോയി. അന്ന് യേശുവെന്ന് പറയുന്നത്, ഹേ, ആർക്ക് വേണം അവനെ ക്രൂശിക്കുക. ഇതായിരുന്നു എൻ്റെ പ്രവർത്തനത്തിൽ കൂടെ ഞാനത് ചെയ്തുകൊണ്ടിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ വിഷയം ഞാൻ ഇത്രയും അനുഭവം അനുഭവിച്ച് ഞാൻ ഇപ്പോൾ കടന്നു വന്നിട്ട് ഇപ്പോഴത്തെ പ്രവർത്തനം മറിച്ചല്ല ഞാൻ പറയുന്നു അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ എന്തിലേക്ക് വന്നു? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് താഴെ കടന്നു പോകുക. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മുടിയനായ പുത്രനെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. അവൻ എന്ത് ചെയ്തു? തൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ നിന്നവൻ അപ്പൻ്റെ ഭവനത്തിൽ നിന്നിട്ട് അവൻ പടിപടിയായിട്ട് താഴേക്ക് കടന്നു പോകുക. എവിടെ വരെ കടന്നു പോയെന്നറിയാമോ? ഈ യഹൂദന്മാർക്ക് ഹീനമായിരിക്കുന്ന പന്നി എന്നുള്ളത് യഹൂദന്മാർക്ക് ഹീനമാണെങ്കിൽ ആ പന്നി തിന്നുന്ന വാളവര കൊണ്ട് പോലും ജീവിക്കുവാൻ അവൻ ആഗ്രഹിച്ചുകൊണ്ട് അത്രമാത്രം അർത്ഥമായി കുഴിയിലേക്കാണ് ഈ വ്യക്തി കടന്നു പോയത്. എവിടുന്നോ? അപ്പൻ്റെ ഭവനത്തിൽ. എവിടുന്നോ? അപ്പൻ്റെ സമൃദ്ധിയിൽ. എവിടുന്നോ? അപ്പൻ്റെ സകല നന്മകളും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ. നിങ്ങൾ മനസ്സിലാക്കുന്നോ ഞാൻ പറഞ്ഞു വരുന്നത്? അപ്പനോടുകൂടെ അപ്പൻ്റെ സകല സമൃദ്ധിയും അനുഭവിച്ചു കൊണ്ടിരുന്ന ആ മകനാണ് ഇപ്പോൾ സുബോധമില്ലാത്തവനായി തീർന്നപ്പോൾ നിഷിദ്ധമായിരിക്കുന്ന പന്നിയുടെ വാളവര കൊണ്ട് ജീവിക്കുവാനായിട്ട് അത്രമാത്രം താണുപോയി. ഇതേ കാഴ്ചപ്പാടായി ഇവിടെ വന്നത്. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് സ്നാനപ്പെട്ട് ആത്മാഭിഷേകം പ്രാപിച്ച് ദൈവത്തിൻ്റെ വചനം പ്രാപിച്ച് വരുവാൻ പോകുന്ന ലോകത്തിൻ്റെ ശക്തി ദൈവം ജയത്തോടെ നടത്തിയ പ്രിയപ്പെട്ടവർ പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോയി എവിടം വരെ വന്നു? അവസാനം ഒരിക്കൽ ആദ്യ കാലങ്ങളിൽ അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞതുപോലെ ഇപ്പോഴും വിളിച്ചു പറയുക, അവനെ ക്രൂശിക്കുക. നിങ്ങൾ മനസ്സിലാക്കുന്നോ എവിടെ വരെ പോയെന്നോ? അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറയുക. ഹേ യേശു, ആർക്ക് വേണം? യേശു എന്തിനു കൊള്ളാം? യേശുവോ എന്തിനു വേണ്ടിയാ ഈ ലോകമാണ് അനുഭവിക്കേണ്ടത് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് താണ് യേശുവിനെ ക്രൂശിക്കുവാൻ തക്കവണ്ണം ഇന്ന് കരം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഗണം. ആര്? ഈ സകല നന്മയും അനുഭവിച്ചിട്ട് ഇത്രയും താഴെ കടന്നുപോയി അവരുടെ പ്രവർത്തനം കൊണ്ട് യേശുവിനെ ക്രൂശിക്കുക. 2, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അവന് ലോകാപവാദം വരുത്തുന്നവരാണ്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയം. എന്താ സംഭവിച്ചത്? അവർക്ക് കർത്താവായ യേശുവിന് അവർ ലോകാപവാദം വരുത്തുക. നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെയും നിങ്ങളുടെയും പ്രവർത്തനങ്ങൾ എല്ലാം ഒന്നുകിൽ യേശുവിന് മാന്യതയോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് അപമാനമായിരിക്കും. നമ്മൾ മറ്റ് പലരെയും നോക്കി പറയുന്നൊരു വേർഡുണ്ട്, കറുത്ത പുസ്തകം പിടിച്ചോട്ട് ഇതാ ചെയ്യുന്നതെന്ന്. നമ്മൾ മനസ്സിലാക്കി ഇത് തന്നെ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്നത്. നമ്മുടെ ഒരു പ്രവർത്തനം വെളിപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ കൂടെ ഒരു ദൈവ പൈതലിൻ്റെ ദൈവത്തിനല്ലാത്ത ഒരു കാര്യം നമ്മൾ കൂടെ വെളിപ്പെടുമ്പോൾ നമ്മളെ കാണുന്ന മറ്റൊരു ഗണമുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളത് മനസ്സിലാക്കുന്നില്ലേ? പലപ്പോഴും നമ്മൾ തന്നെ
അങ്ങ് തൃപ്തരായിരിക്കുക, എന്നാൽ ഒന്നും മറന്നു കളയരുത്, എന്നെ കാണുന്ന ഒരു ചുറ്റുപാടിൻ്റെ നടുവിലാണ് ഞാനും നിൽക്കുന്നത്. ആ ചുറ്റുപാടാണ് എന്നെ നോക്കി പറയുന്നത്. ആ ചുറ്റുപാട് ഒന്ന് പറയും, വേണ്ട ഒരിക്കൽ വേദപുസ്തകം എടുത്ത് പിടിച്ചതാ, ഇപ്പോഴത്തെ പരിപാടി ഇതാന്ന് പറയും. ശ്രദ്ധിച്ചോണേ, ലോകാപവാദം വരുത്തുന്നുവെങ്കിൽ എന്താ സംഭവം എന്നറിയാമോ? ഒരിക്കൽ ദാവീദ് ഒരു ലോകാപവാദം വരുത്തി. പക്ഷേ ദൈവം ദാവീദിനോട് ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. വായിച്ചോട്ടോ വാക്യം, 2 Samuel chapter 12 verse 14. 2 Samuel chapter 12 verse 14. എങ്കിലും ഈ പ്രവൃത്തിയിൽ എന്ത് സംഭവിച്ചു? യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറയുവാൻ ഹേതു ഉണ്ടാക്കിയത് കൊണ്ട്. മതി, താഴോട്ട് വായിക്കണ്ട. എന്താ വിഷയം? മറ്റാരും മനസ്സിലാക്കിയില്ല എങ്കിലും ദൈവം പറഞ്ഞു. ദാവീദ് ഒരു പക്ഷെങ്കിൽ അത് മൂടി വെച്ചെങ്കിലും ദൈവം പറഞ്ഞു, ശത്രുക്കൾ ആരെ ദൂഷിച്ചു? നിന്നെയല്ല, എന്നെ. എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവത്തിൻ്റെ നാമമാണ് എൻ്റെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ നാമം എൻ്റെ മേൽ വിളിക്കപ്പെട്ടിട്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ ആക്കാ ദോഷമെന്നറിയാം. ദൈവത്തെ ദൂഷിക്കുക. ഇവക്കെന്ത് സംഭവിച്ചു? ഇവരും യേശുക്രിസ്തുവിന് ലോകാപവാദം വരുത്തുക, മറ്റുള്ളവരോട് കൂടെ ചേർന്നുകൊണ്ട് പറയുവാൻ ചാൻസ് കൊടുക്കുക, ഒരപവാദിയാക്കി മാറ്റുക, ദൈവദൂഷണത്തിന് വേണ്ടി മാറ്റപ്പെടുക. ദൈവത്തിൻ്റെ ദാസനെ പോലെ പറയുന്നു, ഇവരുടെ പിന്മാറ്റ ജീവിതം ഇവരെ കൊണ്ട് അവസാനമായിട്ട് കൊണ്ടെത്തിച്ചത് യേശുക്രിസ്തുവിനെ ക്രൂശിക്കുക എന്ന് പറയുവാനും യേശുവിന് ലോകാപവാദം വരുത്തുവാനും ഇടയായതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ സാധ്യമല്ല. ഇനി ഒരിക്കലും മാനസാന്തരപ്പെടുവാൻ സാധ്യമല്ല. എന്താ അതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? യേശുക്രിസ്തുവിന് അവരുടെ പാപം ക്ഷമിച്ചു കൊടുക്കാൻ വയ്യായിട്ടല്ല. പക്ഷെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവർക്ക് മാനസാന്തരപ്പെടാൻ പറ്റത്തില്ല. ഇവർക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്നിട്ട് എൻ്റെ ദൈവമേ എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണമെന്ന് പറയാൻ പറ്റത്തില്ലെന്ന്. കാരണം ഇപ്പോൾ അവർ ഇത്രയും അനുഭവിച്ച ഈ അവസ്ഥയിലായിരുന്നിട്ട് ഇത്രയും പിന്മാറ്റത്തിൽ ജീവിതത്തിലേക്ക് കടന്നു പോയപ്പോൾ അവക്കിപ്പം പറയാൻ ഒന്നേ ഉള്ളൂ, അവനെ. എന്തുകൊണ്ട് അത് സംഭവിച്ചു? അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിനോ. ഇവരുടെ മനസ്സെന്തായി തീർന്നെന്നറിയാമോ? ഈ ദൈവകൃപ അനുഭവിച്ച്, ദൈവത്തിൻ്റെ ശക്തി അനുഭവിച്ച്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് മുൻപോട്ട് കടന്നുപോയി തങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെയോ കാര്യങ്ങൾ വിട്ടുമാറി, എന്തൊക്കെയോ തള്ളിക്കളഞ്ഞു. എന്നിട്ടും അത് നിസ്സാരമായി വിട്ടിട്ട് മുൻപോട്ട് കടന്നുപോയി. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, എവിടെയാണ് എന്താണ് ദൈവം ഒരു ദൈവവേദനയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? ക്രിസ്തുവാകുന്ന തലയോളം വളരുവാനാണോ? അവൻ്റെ സ്വഭാവം എന്നിൽ കൂടെ വെളിപ്പെടുവാനാണോ? എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു പക്ഷേ ലോകപ്രകാരം ചെയ്യേണ്ട പാപങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിലും ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിൽ പഠിപ്പിക്കുന്നത് ഒരു ദൈവത്തിൻ്റെ പൈതൽ ജീവിക്കേണ്ട അവസ്ഥയിൽ ഞാനും നിങ്ങളും ജീവിക്കാതെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ കൂടെ ബലഹീനതകൾ കടന്നു വരികയാകുന്നുവെങ്കിൽ അതെന്തിലേക്ക് കൊണ്ടുപോകുമെന്നറിയാമോ? പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അവർ മനസ്സിലാക്കുന്നില്ല, അവരത് അറിയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കൽ ശിംശോൻ ചിന്തിച്ചു, ഈ ദൈവം എന്നോടുകൂടെ ഉണ്ടെന്ന്. പക്ഷെങ്കിൽ കളി പലതും കളിച്ചു ഒരു പർട്ടിക്കുലർ സമയം കടന്നു വന്നപ്പോൾ ശിംശോൻ മനസ്സിലാക്കി, ദൈവം എന്നെ വിട്ടുപോയി. അതിനു മുമ്പും കളിച്ചത് മുഴുവൻ എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു ചിന്ത ഉണ്ടായിരുന്നു, ദൈവം എന്നോടുകൂടെ ഉണ്ടെന്ന്. മനസ്സിലാക്കുന്നു ഞാനീ പറഞ്ഞു വരുന്നേ? അറിഞ്ഞില്ല, ദൈവം വിട്ടുപോയത് അറിഞ്ഞില്ല, ദൈവം മാറ്റപ്പെട്ടത് അറിഞ്ഞില്ല. അതിനു മുമ്പ് ചിന്തിച്ചു ദൈവം കൂടെയുണ്ടെന്ന് ചിന്തിച്ചു. കഴിഞ്ഞ നാളുകൾ ചിലത് പ്രവർത്തിച്ചപ്പോൾ ദൈവം കൂടെ നിന്ന് ദൈവത്തിൻ്റെ കരങ്ങൾ വെളിപ്പെടുത്തി അല്പാൽപമായിട്ട് തൻ്റെ ജീവിതം പിന്നോട്ട് കടന്നു പോകുകയായിരുന്നു. ഒരു സമയം കടന്നു വന്നപ്പോൾ കൃപയാൽ ശിംശോന് തിരിച്ചൊരു വരവ് ദൈവം സഹായിച്ചു. അതുകൊണ്ട് വരുവാൻ ഇടയായി തീർന്നു. കാരണം ദൈവത്തെ ദുഷിച്ചില്ല. ഇവിടെ സംഭവിച്ചായിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം
അവർ ദൈവത്തെ രണ്ടാമത് കർത്താവായ യേശുവിനെ ക്രൂശിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, മോശയോട് ദൈവം കൽപ്പിച്ചു, നീ ആ പാറയെ ഒരു പ്രാവശ്യം കൽപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ മോശ കയറി 2 പ്രാവശ്യം ആ പാറയെ അടിച്ചു. എന്ത് പറഞ്ഞു? മോശെ, നീ കനാൻ നാട് കാണത്തില്ലെന്ന് പറഞ്ഞു. എന്താ കാരണം? ഈ പാറ ക്രിസ്തുവായിരുന്നു. 2 പ്രാവശ്യം അടിച്ചു. യേശു ക്രിസ്തു ഒരിക്കൽ ക്രൂശിക്കപ്പെടുവാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടവനാണോ? 2 പ്രാവശ്യമല്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? മോശയ്ക്ക് വാഗ്ദത്ത നാട് കനാൻ നാട് അവകാശമാക്കുവാൻ സാധിച്ചില്ല എങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, യേശു ക്രിസ്തുവിനെ രണ്ടാമത് ക്രൂശിക്കുന്ന ഒരു ഗണം. എന്താ അതിന് കാരണമായി തീർന്നത്? അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറയുന്ന ചില നാവുകൾ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഒന്ന് മനസ്സിലാക്കണം, എനിക്കും നിങ്ങൾക്കും ആ ലെവലിലേക്ക് താണു പോകുവാൻ സാധിക്കും എന്ത് ചെയ്തില്ലെങ്കിൽ. ഞാൻ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടിരിക്കാതിരുന്നാൽ, എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഞാൻ നഷ്ടപ്പെടുത്തിയാൽ, എൻ്റെ തിരുവചനധ്യാനം ഞാൻ നഷ്ടപ്പെടുത്തിയാൽ, കൂട്ടായ്മയുടെ ബന്ധം ഞാൻ നഷ്ടപ്പെടുത്തിയാൽ, ഇപ്പം അറിയത്തില്ല, ഇന്ന് 2 കൂട്ടായ്മ നഷ്ടപ്പെടുത്തി, നാളെ അടുത്തത് നഷ്ടപ്പെടുത്തി, പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു കയറാറായി, പിന്നീട് പല പ്രയാസങ്ങൾ കടന്നു വന്നു, ബൈബിൾ വായന അവസാനിച്ചു, പ്രാർത്ഥനാ ജീവിതം തീർന്നു. പെതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ ആത്മാവ് വിട്ട് മാറ്റപ്പെട്ടാൽ അവന് സംഭവിക്കുന്ന അശുദ്ധാത്മാവ് അവൻ്റെ ജീവിതത്തിൽ കയറുക. നമ്മൾ വായിച്ച പാഠത്തിലേക്ക് നിങ്ങൾ കടന്നു വരട്ടെ. 1 പത്രോസ് 2 പത്രോസ് ലേഖനം, ആ വാക്യം കൂടെ വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഇവിടെ 2 പത്രോസ് 2-ാം അധ്യായം 20-ാമത്തെ വാക്യം, വളരെ പ്രാധാന്യമുള്ള വാക്യം. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മുഖാന്തരമായിട്ട് ഈ ലോകത്തിൻ്റെ മലിനതയിൽ നിന്ന് വിട്ടു മാറിയവർ അതിൽ വീണ് കുടുങ്ങി എന്ത് ചെയ്താൽ വീഴാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യരുത്? തോറ്റുപോകരുത്. മനസ്സിലായോ? പറഞ്ഞു മനസ്സിലായല്ലോ? വീഴ്ച വരും, വീഴാതിരിക്കുന്നവരാരും കാണത്തില്ല. വീഴ്ച വരും, പക്ഷെങ്കിൽ അതിൽ വീണ് കിടക്കരുത്. തോറ്റുപോയാൽ എന്തു ചെയ്യും? അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിലും വളരെ വഷളായിരിക്കും. എന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് നീങ്ങിയ ശേഷം നീരില്ലാത്ത സ്ഥലത്ത് കൂടെ സഞ്ചരിച്ച് വിട്ടുപോകുന്ന വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുമെന്ന് പറഞ്ഞു. വിട്ടുപോകുന്ന ചെന്നിട്ട് തന്നിലും ദുഷ്ടതയേറിയ 7 ആത്മാക്കളുമായി മടങ്ങി വന്നു അവൻ്റെ വീട്ടിലേക്ക് കടന്നു. അവൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വളരെ പരാജയമായി. എന്താ വേണ്ടത് ഇന്ന് എന്ന് പറയുന്നിടത്തോളം പ്രബോധനത്തെ അനുസരിക്കുക, ദൈവവചനത്തെ അനുസരിക്കുക. രൂപാന്തരം ജീവിതത്തിലുണ്ടാകുക. രൂപാന്തരം ജീവിതത്തിലുണ്ടാകാതെ, രൂപാന്തരത്തിന് വില കൊടുക്കാതെ മാറ്റപ്പെടുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കൃപയിൽ നിന്നോ നമ്മൾ മാറ്റും. നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ